മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 204-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഫോസ്ഫറസ് എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ഫോസ്ഫറസിൻ്റെ വളരെ ശ്രദ്ധേയമായ ചില ലക്ഷണങ്ങളാണുള്ളത്. ദാഹവുമായും വിശപ്പുമായും ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സിംറ്റങ്ങൾ, വളരെ വിചിത്രമെന്ന് തോന്നുന്ന ചില അവസ്ഥകൾ, കരളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രയോഗ സാധ്യത, നല്ലൊരു പാലിയേറ്റീവായിട്ടും ചില സമയങ്ങളിൽ ക്യൂറേറ്റീവായിട്ടും ഫോസ്ഫറസ് പ്രവർത്തിക്കും, അതിൻ്റെ വിശദാംശങ്ങൾ, കരളിൻ്റെ വളരെ മോശമായ അവസ്ഥകളിൽ, വയറിൻ്റെ വളരെ മോശമായ അൾസർ, ക്യാൻസർ അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഫോസ്ഫറസ് എങ്ങനെ പ്രയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഈ ഭാഗത്ത് കെൻ്റ് നമുക്ക് തരുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇൻ ഫോസ്ഫറസ് ദർ ഇസ് വയലന്റ് ഹങ്ങർ ആൻഡ് വെരി സൂൺ ആഫ്റ്റർ ഈറ്റിംഗ് ദ ഹങ്ങർ റിട്ടേൺസ് അഗെയിൻ. ഇത് വളരെ പെക്യുലറായിട്ടുള്ള അവസ്ഥയാണ്. പല ഔഷധങ്ങളിലും ഉണ്ട്, എങ്കിലും ഫോസ്ഫറസിലും അത് ശ്രദ്ധേയമായ രീതിയിൽ വരുന്നുണ്ട്. വിശപ്പ്, സഹിക്കാൻ പറ്റാത്ത വിശപ്പ് ശമിച്ചു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്കും. അതിലൊരു സമയം കൂടി പറയുന്നുണ്ട്. മസ്റ്റ് ഈറ്റ് ഡ്യൂറിങ് ദ ചിൽ. കുളിരും പനിയൊക്കെ ഉള്ള സമയത്ത് ആഹാരം കഴിച്ചിരിക്കണം. മസ്റ്റ് ഈറ്റ്, കഴിച്ചിരിക്കണം. മസ്റ്റ് ഗെറ്റപ്പ് ഇൻ ദ നൈറ്റ് ടു ഈറ്റ്. രാത്രി ഉണർന്ന് ആഹാരം കഴിച്ചിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. രാത്രിയാകുമ്പോൾ ഉണരും, ആഹാരം കഴിക്കാതെ പിന്നെ ഒരു നിവൃത്തിയുമില്ല. ഫീൽസ് ഫെയിൻറ്റ് ആൻഡ് ഈസ് ഡ്രിവൺ ടു ഈറ്റ്. രാത്രി എഴുന്നേക്കാൻ നേരത്ത് ആകെ തളർന്ന് മൊഹാലസ്യപ്പെട്ടതുപോലെ തോന്നും. എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ, അങ്ങനെ അവസ്ഥ വരും. റെവനസ് ഹാങ്ങർ ഡ്യൂറിങ് ഹെഡ് ഏക്ക്. ഹീ നോസ് ദാറ്റ് ദ ഹെഡ് ഏക്ക് ഈസ് കമ്മിങ് ഓൺ ബിക്കോസ് ഓഫ് ഹിസ് വയലന്റ് ഹങ്ങർ ഇൻ പീരിയോഡിക്കൽ ഹെഡ് ഏക്സ്. തലവേദന, വിശന്ന് കഴിയുമ്പോൾ തലവേദന വരും. ഈ തലവേദന വരുമ്പോൾ ആൾക്കറിയാം തൻ്റെ വയറുമായിട്ട് ബന്ധപ്പെട്ട തലവേദനയാണ്, എന്തെങ്കിലും തിന്നാലേ ഇത് ശമിക്കുകയുള്ളൂ. അതുപോലെ ആവർത്തിച്ച് വരുന്ന സമയബന്ധിതമായി വരുന്ന പീരിയോഡിക് ഹെഡ് ഏക്സിലും ഫോസ്ഫറസിന് സാധ്യതയുണ്ട്. ഈ പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഈ അമിത വിശപ്പിനെ കാണുന്നത്. പലപ്പോഴും അത് ശരിയുമാണ്. എന്നെ ഈ ഹോമിയോപ്പതി ആയിട്ട് പരിചയപ്പെടാൻ കാരണക്കാരനായ സുഹൃത്തിൻ്റെ ഒരു സഹപ്രവർത്തകയുടെ ഭർത്താവിന് ഇത് പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ സ്ത്രീ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്, നമ്മൾ ആഹാരമൊക്കെ കരുതി ഒരു കണക്കനുസരിച്ചൊക്കെ വെക്കും. പിറ്റേ ദിവസം രാവിലെ അവർക്ക് ജോലിക്ക് പോകാനുള്ളതാണ്, ഇദ്ദേഹത്തിന് 2 പേർക്കും ജോലിക്ക് പോകണം, കുട്ടികൾക്ക് പഠിക്കാൻ പോകണം, അതൊക്കെ കണക്കാക്കി ആഹാരം വയ്ക്കും. നേരം വെളുത്ത് നോക്കുമ്പോൾ ചോറായാലും മറ്റു സാധനങ്ങളും തികയില്ല. ആൾ പോയി എടുത്തിട്ട് രാത്രി മറ്റുള്ളവരൊക്കെ ഗാർഡനത്തിലായിരിക്കുന്ന സമയത്ത് ഈ ആൾ പോയി എടുത്ത് കഴിക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത്, കഴിക്കാതെ നിവൃത്തിയില്ല, കഴിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, തളർന്നു പോകുന്നു. അപ്പോൾ ആൾ കടുത്ത പ്രമേഹമുള്ള ആൾ കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ ഡോക്ടറെ കണ്ടപ്പോഴേക്കും പ്രമേഹം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക, വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന തരത്തിലാണ് പറഞ്ഞത്. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലായിരുന്നു അവർ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വലിയ പ്രശ്നമായി. ഈ സ്ത്രീ വന്നപ്പോഴും സഹപ്രവർത്തകരോട് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ അറിഞ്ഞു. എറണാകുളത്തുള്ള ഒരു ഹോമിയോപ്പാത്തിനെ കണ്ടിരുന്ന സുഹൃത്ത് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കേസെടുത്തു. അത് ഫോസ്ഫറസ് ആയിരുന്നില്ല, അത് മറ്റൊരു ഔഷധമായിരുന്നു. അത് കഴിച്ചൊരു 6-7 മാസത്തെ ചികിത്സ കൊണ്ട് പ്രമേഹവും വളരെയധികം നിയന്ത്രണത്തിൽ ആയി. ഇയാളുടെ ഈ അമിതമായ വിശപ്പെന്നുള്ള അവസ്ഥ, വയറിൻ്റെ മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി. പൊണ്ണത്തടിയുണ്ടായിരുന്നു, അത് കുറഞ്ഞു കിട്ടി. പ്രമേഹം പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിൽ വരാൻ പറ്റിയില്ല. കാരണം ആഹാരത്തിൻ്റെ കാര്യത്തിലും വ്യായാമത്തിൻ്റെ കാര്യത്തിലുമൊക്കെയുള്ള ഒരു നിയന്ത്രണം പൂർണ്ണമായിട്ടും പാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ ഫോസ്ഫറസ് പോലെ മറ്റു പല ഔഷധങ്ങളും കവർ ചെയ്യും, ഭംഗിയായിട്ട് സുഖപ്പെടുത്താനും പറ്റും. ദ ഹങ്ങർ ഈസ് ഓഫൺ സ്പാസ്മോഡിക് ബിക്കോസ് അറ്റ് ടൈംസ് ദർ ഇസ് അവേർഷൻ ടു ഫുഡ്. അപ്പോൾ ഈ ചില നേരത്ത് ഇതിന് നേരെ തിരിഞ്ഞ അവസ്ഥയും വരാം. ഭക്ഷണം വേണ്ട, സ്പാസ്മോഡിക് നേച്ചറുണ്ട്, വലിച്ചു കോച്ചലൊക്കെ ഉണ്ട് വയറിനും മറ്റുമൊക്കെ, ഉദരപേശികൾക്ക്. അപ്പോൾ ആഹാരം വേണ്ട, ആഹാരത്തോട് വിരക്തിയും ഉണ്ടാകും. Again he wants to eat, and as soon as the food is offered, he
ഹി ഡസ് നോട്ട് വാണ്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയും നമ്മൾ പല ഔഷധങ്ങളും കണ്ടിട്ടുണ്ട്. വിശപ്പ് തോന്നും, എന്നാൽ ആഹാരം എടുത്ത് കൊടുക്കും, കിട്ടുമ്പോഴേക്കും ആഹാരം വേണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥാന്തരവും കൂടി ഫോസ്ഫറസിലുണ്ട്. തേഴ്സ്റ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോൺസ്റ്റൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഫോസ്ഫറസ്. മറ്റ് പ്രധാനപ്പെട്ട മോസ്റ്റ് കോൺസ്റ്റൻറ്റ് ഫീച്ചർ, ഫോസ്ഫറസിനോട് ചേർന്ന് ഏറ്റവും അധികം സുസ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ലക്ഷണമാണ് ദാഹം. ആ ദാഹത്തിൻ്റെ സവിശേഷതകൾ വളരെ ശ്രദ്ധേയമാണ്. ഇൻ അക്യൂട്ട് ആൻഡ് ക്രോണിക് കംപ്ലയിൻസ് ദർ ഇസ് വയലന്റ് തേഴ്സ്റ്റ്. അക്യൂട്ട് കണ്ടീഷനിലും പഴകിയ അവസ്ഥയിലും വളരെ നിശിതമായിട്ടുള്ള രോഗാവസ്ഥകളിലൊക്കെ ഈ ഒരു ദാഹമുണ്ട്. തേഴ്സ്റ്റ് ഫോർ ഐസ് കോൾഡ് ഡ്രിങ്ക്സ്. മഞ്ഞ് പോലെ തണുത്ത വെള്ളമാണ് ആൾക്ക് വേണ്ടത്. ഇനി ആ വെള്ളം, തണുത്ത വെള്ളം ആൾക്ക് നല്ലതാണ്, വയറിനത് കൊണ്ട് സുഖമുണ്ട്. പക്ഷേ വേറെ കുഴപ്പമുണ്ട്. വാണ്ട് സംതിങ് റിഫ്രഷിങ് ഈസ് അമീലിയേറ്റഡ് മോമെൻ്ററി ബൈ ഡ്രിങ്കിങ് കോൾഡ് തിങ്സ്. ഈ തണുത്ത സാധനങ്ങൾ കഴിക്കുമ്പോൾ ഒരു താൽക്കാലിക ശമനമേ ഉള്ളൂ. എന്താ പറയുന്നത്? ഇപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ദ തേഴ്സ്റ്റ് അപ്പിയേഴ്സ് ആസ് സൂൺ ആസ് ദ വാട്ടർ ഗെറ്റ്സ് വാം ഇൻ ദ സ്റ്റൊമക്ക്. ഈ തണുത്ത വെള്ളം വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തണുത്ത് തന്നെ കിടക്കില്ലല്ലോ. ശരീരത്തിൻ്റെ താപനിലയോട് ഇതിനെ തുല്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ നിന്നും ചൂടാകിരണം ചെയ്ത് ഈ ഐസ് കോൾഡ് വാട്ടർ മെല്ലെ ചൂടായി വരും. ഈ ചൂടായി വരുമ്പോഴേക്കും ഇയാൾക്കത് പറ്റില്ല, അത് ഛർദ്ദിച്ച് പോവുകയും ചെയ്യും. അതുപോലെ വാണ്ട് സംതിങ് റിഫ്രഷിങ്, എപ്പോഴും റിഫ്രഷിങ് ആയിട്ടുള്ള എന്തെങ്കിലും ആൾക്ക് വേണം. ഈ കോൾഡ് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് താൽക്കാലിക ആശ്വാസമേ ഉള്ളൂ. വൊമിറ്റിംഗ് കംസ് ഓൺ ആസ് സൂൺ ആസ് ദ വാട്ടർ ബിക്കംസ് വാം ഇൻ ദ സ്റ്റൊമക്ക്. ഈ വെള്ളം പോയി വയറ്റിൽ പോയി ചൂടായാൽ അപ്പം ഛർദ്ദിക്കും. കാരണം ചൂട് സാധനം വയറിന് യോജിക്കില്ല, തണുത്തതേ യോജിക്കൂ. പക്ഷേ വയറ്റിൽ ചെന്നാൽ ചൂടാകും, ഛർദ്ദിച്ച് പോവുകയും ചെയ്യും. ഇപ്പം ഇതിനെ പലരും ശരിയായ രീതിയിൽ ഗ്രഹിക്കാതെ ഫോസ്ഫറസിനെ ഈ ഒരു സിംറ്റത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പലരും പുലർത്തുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്, സംസാരത്തിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കാര്യം ഇതാണ്, തണുത്ത വസ്തുക്കൾ കൊണ്ട് വയറിന് അമീലറേഷനാണ്, ചൂടുള്ള സാധനം കൊണ്ട് വയറിന് ഡിസ്കംഫോർട്ടാണുള്ളത്. പക്ഷേ തണുത്ത വെള്ളം, തണുത്ത ആഹാരം ഉള്ളിൽ ചെന്നാൽ തണുത്ത് കിടക്കില്ല, സ്വാഭാവികമായിട്ടും തണുത്ത് കിടക്കില്ല, ചൂടാകും പറ്റാതെ വരും, ഛർദ്ദിച്ചു പോകും. അതാണ് അതിൻ്റെ ഒരു കോൺസിക്വൻസ്. ബട്ട് ദർ ആർ മെനി കണ്ടീഷൻസ് വേർ ദ ഐസ് കോൾഡ് വാട്ടർ അഗ്രീസ്. പക്ഷേ മറ്റു പല അവസ്ഥകളുണ്ട്, ഐസ് കോൾഡ് വാട്ടർ കൊണ്ട് ഗുണമുള്ള അവസ്ഥകൾ പലതുമുണ്ട്. കാരണം തണുത്ത വെള്ളത്തിനോടാണ് അയാൾക്ക് താല്പര്യം, അയാളുടെ ലക്ഷണങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നു തണുത്ത വെള്ളം കൊണ്ട് തന്നെയാണ്. അപ്പോൾ തണുത്ത വെള്ളം തണുത്തതായിട്ട് ചെന്നിട്ട് അത് ചൂടാകാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചൂടാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അൺകൊഞ്ചബിൾ തേഴ്സ്റ്റ്, അടക്കാൻ പറ്റാത്ത ദാഹം തീരില്ല. വെൻ ദ വാട്ടർ ഇസ് വോമിറ്റഡ് ദർ ഇസ് ഓൾവേസ് അൺകൊഞ്ചബിൾ തേഴ്സ്റ്റ്. ഈ വെള്ളം ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ, സാധാരണ ഒരു ഛർദ്ദി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പലർക്കും തോന്നില്ല. പക്ഷേ വീണ്ടും ശമിപ്പിക്കാൻ പറ്റാത്ത ദാഹമാണ് തുടർന്ന് വീണ്ടും വരുന്നത്. ഹി വാണ്ട്സ് കോൾഡ് ഫുഡ് ആസ് വെൽ ആസ് കോൾഡ് ഡ്രിങ്ക്സ്. തണുത്ത പാനീയം മാത്രമല്ല, തണുത്ത ആഹാരവും ഖരവസ്തുക്കളും അവർക്ക് ആവശ്യമാണ്. റിഫ്രഷിംഗ് ആയിരിക്കണം, സ്പൈസി ആയിരിക്കണം, ജ്യൂസി ആയിരിക്കണം. ഡിസയർ ഫോർ വൈൻസ് ആൻഡ് സോർ തിങ്സ്. വീഞ്ഞിനോടും പുളിപ്പുള്ള സാധനങ്ങളോടും താല്പര്യമുണ്ട്, പക്ഷേ തുടർന്ന് വരുന്നുണ്ട് ആൽക്കഹോൾ പറ്റില്ല. ഡിസയർ ഫോർ വൈൻസ് ആൻഡ് സോർ. ഫോസ്ഫറസ് ഓഫൺ ക്യൂവേഴ്സ് ദ വയലന്റ് ലോങ്ങിങ് ഇനബ്രിയേറ്റ്സ് ഫോർ ആൽക്കഹോൾ. ഇനബ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രങ്കാർഡ് എന്നുള്ളതിന് മറ്റൊരു വാക്കാണ്. മദ്യപാനത്തോട് ആസക്തിയുള്ളവർക്ക് അത് ശമിപ്പിക്കാൻ ഫോസ്ഫറസിന് കഴിവുണ്ട്. പക്ഷേ മറ്റ് ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് സിംപ്ലി റിസംബിൾസ് ദ കഞ്ചഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ സ്റ്റൊമക്ക്. അപ്പോൾ വയറ്റിലെ ശ്ലേഷ്മസ്തരങ്ങളിലുണ്ടാകുന്ന കഞ്ചഷനോടുള്ള ഒരു സാദൃശ്യം കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വെള്ളം ചൂടാകുമ്പോൾ, ആഹാരം ചൂടാകുമ്പോൾ കഞ്ചഷൻ ഉണ്ടാകുന്നു, ഛർദ്ദിച്ചു പോകുന്നു. അതായിരിക്കണം എൻ്റെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ആവേർഷൻസ്. ഈ ക്രേവിങ്സിലും ആവേർഷൻസിലും ആവേർഷനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് എവിടെയോ ഞാൻ വായിച്ച് ഓർക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സന്ദർഭം ഞാൻ ഓർക്കുന്നില്ല. രണ്ടും പ്രധാനപ്പെട്ടതാണ്, അവരുടെ ജനറൽ കണ്ടീഷനുമായിട്ട് ചേരുന്നതാണ്. പക്ഷേ ആവേർഷനാണ് കൂടുതൽ പ്രാധാന്യം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കുകയും ബാബുചേട്ടനുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ബാബുചേട്ടൻ അതിനൊരു ഫിലോസഫിക്കൽ രീതിയിലാണ് അതിനെ കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ആരോഗ്യവതി ആയിട്ടുള്ളൊരു മനുഷ്യനായാലും എന്ത് ജീവികളായാലും ശരി, ഒരു അനിഷ്ടം എന്നത് ഇല്ല.
ചുറ്റുപാടുകളോടും പ്രകൃതിയോടും മറ്റുള്ളവരോടൊക്കെ ഇണങ്ങി പോകുക എന്നുള്ളതാണ് ആരോഗ്യമുള്ള വ്യക്തിയുടെ ലക്ഷണം. ഒന്നിനോടൊരു വെറുപ്പ്, ആഹാരമായാലും ശരി, വ്യക്തിയായാലും സാഹചര്യമായാലും ശരി, ഒരു ഇഷ്ടകേട്, ഒരു വെറുപ്പ് വരിക എന്നുള്ളതാണ് അയാളുടെ മെൻ്റൽ ഇച്ച്, അയാളുടെ ഒരു സോറയുടെ ഒരു റാഡിക്കൽ കണ്ടീഷനുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. ക്രേവിങ് വരുന്നത് പലപ്പോൾ അയാളുടെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം, ഡെഫിഷ്യൻസി കൊണ്ടോ മറ്റൊക്കെ ആയിരിക്കാം. അതും പ്രധാനപ്പെട്ടത് തന്നെ. പക്ഷേ ഈ ആവേർഷം എന്ന് പറയുന്നത് അത് വളരെ നെഗറ്റീവായിട്ടൊരു കാര്യമാണ്. അതാണ് ഒരു ഡിസീസ്ഡ് അല്ലെങ്കിൽ ഡിറേഞ്ച്ഡ് വൈറ്റാലിറ്റിയുടെ ഒരു സൂചന. അപ്പോൾ ആവേർഷം എന്തൊക്കെയാണ്? ടു സ്വീറ്റ്സ്, മധുരപലഹാരങ്ങളോട്, മാംസത്തോട്, കാച്ചിയ പാലിനോട്, ഉപ്പിലിട്ട മത്സ്യത്തോട്, ബിയറിനോട്, പായസത്തോട്, പുഡിങ്, ചായ, കാപ്പി, ഈ സാധനത്തിലൊക്കെ ആവേർഷമുണ്ട്. എന്നാൽ ക്രേവിങ് വരുന്നത്, ഡിസയർ വരുന്നത്, ക്രേവിങ് അല്ല ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ക്രേവിങ് എന്നുള്ള വാക്കും ഡിസയറും വ്യത്യാസമുണ്ട്. ക്രേവിങ് കുറച്ചുകൂടി കൂടിയ ഒരു സ്റ്റേജാണ്. വീഞ്ഞിനോട്, പുളിപ്പുള്ള സാധനങ്ങളോട് ഡിസയറുണ്ട്. ക്രേവിങ് എന്ന് പറഞ്ഞാൽ മാത്രമേ അതിന് കൂടുതലൊരു സ്ട്രെങ്ത് ഉള്ളൂ. ആവേർഷൻ, ഡിസ്ലൈക്ക് എന്ന് പറയുന്നതും ആവേർഷൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഡിസയർ എന്ന് പറയുന്നതും ക്രേവിങ് എന്ന് പറയുന്നതും രണ്ട് ഡിഗ്രിയാണത്. മെനി ഓഫ് ദ കംപ്ലൈൻസ് ഓഫ് ഫോസ്ഫറസ് ആർ അമീലിയേറ്റഡ് ബൈ ഈറ്റിംഗ്. പല റൈവിനസ് ഹങ്ങറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പല പ്രശ്നങ്ങളും, തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചാൽ, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശമനം കിട്ടും. ദ നെർവസ് സിംറ്റംസ് ഓഫ് ഫോസ്ഫറസ് ഡ്രൈവ് ദ പേഷ്യൻ്റ് ടു ഈറ്റ് ആൻഡ് ഹീ ഫീൽസ് ബെറ്റർ ഫോർ എ ലിറ്റിൽ വൈൽ. അപ്പോൾ ഫോസ്ഫറസിൻ്റെ നെർവസ് കണ്ടീഷനാണ് അയാൾ ആഹാരം കഴിക്കാൻ, അമിതമായി ഇടക്കിടക്ക് പോയി കഴിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. കുറച്ച് നേരത്തേക്ക് മാത്രമേ ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഒരു ശമനമുള്ളൂ. ആൻഡ് ദെൻ ഹി മസ്റ്റ് ഈറ്റ് അഗെയിൻ ഓർ ദ നെർവസ് സിംറ്റംസ് വിൽ കം ഓൺ. അയാൾ വീണ്ടും കഴിക്കണം, വീണ്ടും ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ അയാളുടെ നെർവസ് സിംറ്റംസ് വീണ്ടും വരും. ശ്രദ്ധിക്കുക, നെർവസ് സിംറ്റംസ് വീണ്ടും വരും. ഓഫൻ ഹി ക്യാൻ സ്ലീപ്പ് ബെറ്റർ ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് കനോട്ട് ഗോ ടു സ്ലീപ്പ് അണ്ടിൽ ഹി ഈറ്റ് സംതിങ്. ഇതാണ് അവിടെ നെർവസ് കണ്ടീഷൻ. ഉറക്കം എന്ന് പറയുന്നൊരു നെർവസ് കണ്ടീഷനാണ്, നെർവസിൻ്റെ റിലാക്സേഷൻ്റെ കണ്ടീഷനാണ്. വിശപ്പ് വന്നു കഴിഞ്ഞാൽ ആഹാരം ചെന്നില്ലെങ്കിൽ അതിൽ ഡിറേഞ്ച്മെൻറ്റ് വരും, ഉറക്കം കിട്ടാതെ വരും. അപ്പോൾ എന്തെങ്കിലും കഴിച്ചാലേ ഇയാൾക്ക് ഉറങ്ങാൻ പറ്റൂ. ദ സ്റ്റൊമക് സിംറ്റംസ് ആർ ന്യൂമറസ്. പെയിൻസ്, നോസിയ, വോമിറ്റിംഗ്, ബേണിംഗ്. വേദന, ഓക്കാനം വരൽ, ശരിക്കും ഛർദ്ദിക്കൽ, പൊള്ളൽ ഒക്കെ വയറ്റിലുണ്ട്. ദ സ്റ്റൊമക് സിംറ്റംസ് ആർ അമീലിയേറ്റഡ് ബൈ കോൾഡ് തിങ്സ് ആൻഡ് അഗ്രിവേറ്റഡ് ബൈ വാം തിങ്സ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ്. ദ നോസിയ ആൻഡ് വോമിറ്റിംഗ് ആർ ബ്രോട്ട് ഓൺ ബൈ പുട്ടിംഗ് ദ ഹാൻഡ്സ് ഇൻ ടു വാം വാട്ടർ. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കൈ കൊണ്ടുപോയി ചൂടുവെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കും. തണുപ്പ് രാജ്യങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണത്. കൊടിയ തണുപ്പ് വരുമ്പോൾ ഈ കൈവെള്ള ഇതൊക്കെ ചൂടാക്കി നിർത്തുക എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചറെ മെയിൻറ്റെയിൻ ചെയ്യാൻ, തല കവർ ചെയ്തൊക്കെ ബോഡി ടെമ്പറേച്ചറെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൈയുറ ധരിക്കുന്നു, കൈ പോക്കറ്റിൽ തിരുകുന്നു, ഷൂസ് ധരിക്കുന്നു, കാലുറ ധരിക്കുന്നു, ഇതൊക്കെ തലയിൽ തൊപ്പി വെക്കുന്നു. അപ്പോൾ വല്ലാത്ത തണുപ്പ് വരുമ്പോൾ തണുത്ത രാജ്യങ്ങളിൽ കൈ കൊണ്ടുപോയി ചൂടുവെള്ളത്തിൽ വെക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ നേരത്ത് വൊമിറ്റിങ്, ഛർദി വരും. അപ്പം അത് നമ്മളിവിടെ അത്ര ഒരു ലക്ഷണം കണ്ടുകിട്ടാൻ പ്രയാസമായിരിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഫ്രം ബീങ് ഇൻ എ വാം റൂം, ചൂടുള്ള മുറിയിലിരിക്കുമ്പോഴേ പ്രശ്നമുണ്ട്. വാം തിങ്സ് ആർ ഓഫൺ ടേക്കിംഗ് വാം തിങ്സ് ഇൻ സ്റ്റൊമക്ക്. ചൂടുള്ള വസ്തുക്കൾ, ചൂട് വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, വയറ്റിലേക്ക് ചൂടുള്ള സാധനങ്ങൾ ചെല്ലുന്നതുകൊണ്ടും ഛർദി ഉണ്ടാകും. ദ നോസിയ ഓഫ് പ്രഗ്നൻസി ഈസ് ക്യൂർഡ് വെൻ ദ വുമൺ കനോട്ട് പുട്ട് ദ ഹാൻഡ്സ് ഇൻ ടു വാം വാട്ടർ വിത്തൗട്ട് ബ്രിങ്ങിങ് ഓൺ വോമിറ്റിംഗ്. അപ്പോൾ ഗർഭകാലത്തെ ഛർദി വലിയ പ്രയാസം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അവിടെയും ഈ ഗർഭിണി കൈ ചൂടുവെള്ളത്തിൽ വെക്കാൻ നേരത്ത് ഉണ്ടാകുന്ന ഛർദിലാണ് ഫോസ്ഫറസ് കവർ ചെയ്യുന്നത്. അനദർ മാർക്ക് ഫീച്ചർ ഓഫ് ഫോസ്ഫറസ് ഈസ് ഇറക്ടേഷൻസ് ഓർ ഫുഡ്. കഴിക്കുന്ന ആഹാരം കഴിച്ചാൽ ഏമ്പക്കം വരുന്നു, തികട്ടി വരുന്നു. ദ ഫുഡ് ഈസ് ഇറക്റ്റഡ് ബൈ മൗത്ത്ഫുൾസ് ആൻഡ് ദ സ്റ്റൊമക്ക് ഈസ് എംപ്റ്റീഡ് ഓഫ് ദ ലാസ്റ്റ് മീൽ. അവസാനം കഴിച്ച ആഹാരം തികട്ടിപ്പോയി തീരുന്നവരെ ഈ തികട്ടലും ഏമ്പക്കവും ഒക്കെ ഉണ്ടാകും. കോൺസ്റ്റന്റ് നോസിയ എക്സെപ്റ്റ് വെൻ സംതിങ് കോൾഡ് ഈസ് ഇൻ ദ സ്റ്റൊമക്ക്. വയറ്റിൽ എന്തെങ്കിലും തണുത്ത സാധനങ്ങൾ ഇല്ലാത്തപ്പോഴൊക്കെ സ്ഥിരമായിട്ട് ഛർദിയുണ്ട്.
നോസിയുണ്ട്, ഒക്കാനും ഛർദിയുണ്ട്. അപ്പോൾ തണുത്ത സാധനങ്ങൾ വയറ്റിൽ സ്ഥിരം നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തത് കുറേശ്ശെ കഴിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വയറ്റിൽ ചെല്ലുമ്പോൾ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് ചൂടായി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ. ആസ് സൂൺ ആസ് വാട്ടർ ബിക്കംസ് വാം ഇൻ ദ സ്റ്റൊമക്ക് ഇറ്റ് കംസ് അപ്പ്. നേരത്തെ കണ്ടത് തന്നെ. ദിസ് വെരി മച്ച് റിസംബിൾസ് ദ വോമിറ്റിംഗ് ആൻഡ് നോസി ഓഫ് ക്ലോറോഫോം. ഇത് ക്ലോറോഫോമിൻ്റെ നോസിയോടും വോമിറ്റിങ്ങിനോടും വളരെ സാദൃശ്യമുണ്ട്. അപ്പോൾ ഈ ക്ലോറോഫോം പറയാൻ നേരത്ത് മുൻകാലങ്ങളിൽ ശസ്ത്രക്രിയക്ക് മയക്കാൻ ക്ലോറോഫോം ഉപയോഗിച്ചിരുന്ന കാലത്ത് ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇന്നിപ്പോൾ അനസ്തേഷ്യയുടെ അവസ്ഥയിൽ അങ്ങനെ വരാറില്ല. അല്ലെങ്കിൽ തന്നെ മറ്റ് സപ്രഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഫോസ്ഫറസ് എന്ന് പറയുന്നത് സർജന്മാരുടെ വലിയൊരു സുഹൃത്തായിരുന്നു. ക്ലോറോഫോം കൊടുത്ത് മയക്കി ഛർദിൽ വന്നു കഴിഞ്ഞാൽ ഫോസ്ഫറസ് കൊടുത്തു കഴിഞ്ഞാൽ മാറും. Phosphorus is a great friend to surgeon because he can nearly always handle out the stomach affections of chloroform by phosphorus. Vomiting of blood and violent vomiting of sour fluids. രക്തം ഛർദ്ദിക്കലുണ്ട്, പുളിച്ച ദ്രാവകങ്ങൾ, വയറ്റിൽ ചെന്ന് പുളിച്ച ദ്രാവകങ്ങൾ ഛർദ്ദിച്ചു പോകും. വോമിറ്റിംഗ് ഓഫ് ബൈൽ ആൻഡ് മ്യൂക്കസ്, മഞ്ഞവെള്ളവും കഫവും കൂടി ഛർദ്ദിച്ചു പോകും. വോമിറ്റിംഗ് ഓഫ് ബ്ലാക്ക് സബ്സ്റ്റൻസസ്, കറുത്ത വസ്തുക്കൾ ഛർദ്ദിച്ചു പോകും. പലപ്പോഴും അർബുദ രോഗികളിൽ കാണപ്പെടുന്നൊരു ലക്ഷണമാണ്. കോഫി ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, കാപ്പിപ്പൊടി പോലത്തെ സാധനങ്ങൾ ഛർദ്ദിച്ചു പോകും. ഓഫുൾ സിങ്കിങ് ഗോൺ ഫീലിംഗ് ഇൻ ദ സ്റ്റൊമക്ക്, വയറ്റിൽ വല്ലാത്ത ഇങ്ങനെ എല്ലാം പോയി വയറ്റിങ്ങനെ കിഴിഞ്ഞു പോകുന്ന പോലുള്ളൊരു തോന്നൽ. ദിസ് സംടൈംസ് കംസ് അറ്റ് 11 o'clock ലൈക്ക് സൾഫർ. സൾഫറിന് 11 മണിക്കാണ് ഈ ഒരു പ്രശ്നം. രാവിലെ 11 മണിക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഫോസ്ഫറസിലും സൾഫറിലും ആ ടൈം മൊഡാലിറ്റി സമാനമാണ്. പ്രസ്സിംഗ് പെയിൻസ്, ബേണിംഗ് പെയിൻസ്, ടിയറിംഗ് പെയിൻസ് ഇൻ ദ സ്റ്റൊമക്ക്, വയറ്റിൽ എല്ലാത്തരം വേദനയുണ്ട്. അമർത്തുന്ന പോലെ, പൊള്ളുന്ന പോലെ, എടുത്ത് പിരിക്കുന്ന പോലെ. പെയിൻ ദ സ്റ്റൊമക്ക് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വയറ്റിൽ വേദന. സെൻസിറ്റീവ്നെസ് ഇൻ ദ പിറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്, വയറിൻ്റെ കീഴ്വയറ്റിൽ സെൻസിറ്റീവ്നെസ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, വയറ്റിൽ വീക്കം. It has been a very useful remedy in cancer of the stomach with coffee ground vomiting and burning. Coldness as if freezing in the pit of the stomach. Paroxysm of knife-like pains in the stomach. വയറ്റിലെ അർബുദത്തിന് ഇത് വളരെയധികം ഉപകരിക്കും. എപ്പോഴാണ് കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ്? കാപ്പിപ്പൊടി പോലുള്ള ഛർദിലുള്ളപ്പോൾ, പൊള്ളലുള്ളപ്പോൾ, തണുത്ത് മരവിച്ചു പോകുന്ന പോലത്തെ അവസ്ഥ ഉള്ളപ്പോൾ, എവിടെയാണ്? അടിവയറ്റിൽ. കത്തി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദന അതിങ്ങനെ ഇടക്കിടക്ക് വരുന്നു ഉള്ളപ്പോൾ, ഈ സാഹചര്യങ്ങളിൽ ഈ ഇത്തരം ലക്ഷണങ്ങളോട് കൂടിയ ക്യാൻസറിനെ ഫോസ്ഫറസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ദ പെയിൻസ് ഇൻ ദ സ്റ്റൊമക്ക് ആർ അമീലറേറ്റഡ് ബൈ ഐസ് കോൾഡ് തിങ്സ് ഫോർ എ മൂമെന്റ്. അപ്പോൾ ഇത് ആവർത്തിച്ച് കെൻറ്റ് പറയുന്നു മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ പ്രാധാന്യം. മഞ്ഞുപോലെ തണുത്ത പാനീയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണസാധനങ്ങൾ കൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം വയറ്റിലെ വേദന ശമിപ്പിക്കാം. അതൊരു അർബുദ രോഗിയുടെ കാര്യത്തിലാണെങ്കിലും അത് തന്നെ. സ്പാസ്മോഡിക് കോൺട്രാക്ഷൻസ് ഇൻ ദ സ്റ്റൊമക്ക്, വയറ്റിൽ ഇടപെട്ട് വരുന്ന വലിച്ചു പോച്ചൽ, ചുരുങ്ങൽ. ഹെമറേജ് ഫ്രം ദ സ്റ്റൊമക്ക്, വയറ്റിൽ നിന്ന് രക്തം പോകല്. വോമിറ്റിംഗ് ഓഫ് ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ക്ലോട്ടൽ ബ്ലഡ്, കട്ടിയായ ചോര, ഈ കറുത്ത നിറത്തിലും വരാം, ചുവന്ന നിറത്തിലും വരാം, ബ്രൈറ്റ് റെഡിലും വരാം, ഛർദ്ദിച്ചു പോകുന്നു. ലോങ് സ്റ്റാൻഡിങ് ഡിസ്പെപ്സിയ, ദഹനകേട്, ദീർഘകാലമായിട്ട് ഇയാൾ അകറ്റുന്ന ദഹനകേട്. മച്ച് ഫ്ലാറ്റൻസ്, വല്ലാതെ വായുകോപം. റിഗർഗേഷൻസ് ഓഫ് ഫുഡ്, കഴിച്ച ആഹാരം തികട്ടി വരൽ. ഡിസ്റ്റൻഡ് സ്റ്റൊമക്ക് ആൻഡ് അബ്ഡമൻ, വയറും അടിവയറും ഒക്കെ ഇങ്ങനെ വീർത്ത് കെട്ടി ചെണ്ട പോലിരിക്കും. അൾസറേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, വയറ്റിൽ വ്രണങ്ങൾ. ദ ലിവർ ഫോർണിഷസ് ആസ് മെനി ആസ് സിംപ്റ്റംസ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിന് നിരവധി ലക്ഷണങ്ങൾ കരളിലും കാണും. കഞ്ചഷൻ ഓഫ് ദ ലിവർ, ഫുൾനെസ്, പെയിൻ, ഹാർഡ്നെസ്, ഫാറ്റി ഡീജനറേഷൻ ഓഫ് ദ ലിവർ, ഹൈപ്പറേമിയ ഓഫ് ദ ലിവർ. കരളുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. കരളിൻ്റെ ഭാഗം നിറഞ്ഞിരിക്കുന്ന പോലെ വേദന, കരൾ കല്ലിച്ചതുപോലെ, കരളിൽ കൊഴുപ്പ് വന്ന അടിയൽ, രക്തം കരളിൽ കെട്ടി നിൽക്കൽ, ഇതൊക്കെ ഫോസ്ഫറസിലുണ്ട്. ഫോസ്ഫറസ് ഈസ് വൺ ഓഫ് അവർ മോസ്റ്റ് യൂസ്ഫുൾ ലിവർ റെമഡീസ്. ഏറ്റവും ഉപകരിക്കുന്ന കരളിൻ്റെ ഔഷധങ്ങളിലൊന്നാണ് ഫോസ്ഫറസ്. ഹാർഡ് ലാർജ് ലിവർ, കട്ടിയുള്ള വലിപ്പം കൂടിയ കരൾ.
ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് എത്രയോ ആളുകളാണ് ബുദ്ധിമുട്ടുന്നത്. എൻ്റെ അറിവിൽ തന്നെ നിരവധി പേര് ഈ ലിവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഒക്കെ സുഖപ്പെട്ടു പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഹോമിയോപാത്സ്. ഇത്ര പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഫോസ്ഫറസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കൊക്കെ വഴിയെ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.